ഹായ് ഹലോ NY വോയിസ് ഓവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിന് നയനയോട് ചെറിയ ചെറിയ അടുപ്പങ്ങളൊക്കെ തുടങ്ങാണ്. ഈ സമയത്ത് ഇതൊക്കെ കാണും ദേവയാനിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ആദർശിനോട് പറയുന്നുണ്ട്, നീ എന്താടാ അവളെ സ്വീകരിക്കാൻ തീരുമാനിച്ചോ? അവളുടെ അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? ആദർശ് പറയാണ്, ഇല്ലമ്മേ, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഒരിക്കലും ഞാൻ നയനെ സ്വീകരിക്കുകയില്ല. അപ്പോഴേക്കും ആദർശ് ദേവേനി പറയാണ്, പക്ഷെ ഇപ്പൊ കാണുന്നൊന്നും അങ്ങനെ നല്ലല്ലോ. നിനക്ക് നയനെ ഭയങ്കര സ്നേഹമാണെന്നാണല്ലോ തോന്നുന്നത്. എന്നിട്ട് എന്താ നിന്റെ അഭിപ്രായം? അവളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനാണോ? അല്ലമ്മേ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എപ്പോഴും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, അല്ല, എന്റെ മനസ്സിലുള്ള സ്നേഹമൊന്നുമില്ല, പക്ഷെ അവർ മുമ്പിൽ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനി പറയാണ്, അഭിനയിച്ച് ഒടുവിൽ അവളോട് നിനക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹമാവോ? ഈ അമ്മേനെ തന്നെ തള്ളിപ്പറയോ? അപ്പൊ ആദർശ് ചോദിക്കാണ്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ഞാൻ അമ്മയെ തള്ളിപ്പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മേനെയാ എന്ന് പറയുന്നു. അങ്ങനെ ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് ജലജ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ജലജ പറയാണ്, ദേവയാനി, നീ എത്ര തവണ എന്നെ ഈ വീട്ടിൽ വെച്ച് പൂജിച്ചിട്ടുണ്ട്. നിനക്ക് അതിനുള്ള എല്ലാ ശിക്ഷയും കിട്ടാൻ പോവാ. നിന്റെ മകൻ നിന്നെ വെറുക്കും, നിന്നെ ഒട്ടും ഇഷ്ടപ്പെടില്ല. അതിനുള്ള കളികളൊക്കെ ഞാൻ കളിക്കും. നയനെ അവൻ ജീവനത്തിൽ സ്നേഹിക്കും, അതെനിക്ക് ഉറപ്പാ എന്ന് പറയാണ് കേട്ടോ. ആ സ്നേഹം കണ്ട് നീ ഇവിടെ വെന്തുരുകണം, വെണ്ണീറാവണം എന്നൊക്കെ ഇങ്ങനെ അവളും പറയുന്നുണ്ട്. ഇപ്പൊ ആദർശിന് നയനെ ഇഷ്ടമല്ലെങ്കിൽ പോലും ദേവേനെ നയനെ ഉപദ്രവിക്കുക എന്നൊരു സിറ്റുവേഷൻ വരുമ്പോ ആദർശ് തീർച്ചയായിട്ടും ദേവേനോട് ദേഷ്യപ്പെടും. അത് ജലജയ്ക്ക് ഉറപ്പായിരുന്നു കേട്ടോ. കാരണം ആദർശിന്റെ മനസ്സ് നിഷ്കളങ്കമാണ്. ആരോടും ഒരു തെറ്റും ആദർശ് ചെയ്യില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞ രീതിക്ക് അല്ലാതെ അവൻ മറുത്തൊന്നും ചെയ്യുകയുമില്ല. ഈ ഒരു കാര്യമൊക്കെ ജലജയ്ക്ക് നന്നായിട്ട് അറിയാട്ടോ. അങ്ങനെ ജലജ പ്ലാൻ ചെയ്യാണ്. ദേവയാനി എങ്ങനെയെങ്കിലും നയനെ ഉപദ്രവിക്കുന്നത് പോലെ ഒരു സീൻ ഉണ്ടാക്കിയതിനു ശേഷം ദേവയാനി ആദർശ് പൂർണ്ണമായിട്ടും വെറുക്കണം. അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏത് സമയം നയനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കള ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ തന്നെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാക്കണമെന്ന് ജലജ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയും നയനയും കൂടിയിട്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. ദേവയാനി ചോദിക്കുകയാണ്, അല്ല, എന്താണ് പരിപാടി? നയന പറയുന്നു, ഞാന് ഉച്ചക്കത്തേക്കാനുള്ള പാചകത്തിലാമേ. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അടുത്ത് പോകാൻ തുടങ്ങാണ്. അപ്പോഴേക്കും ജലജ ഇവർ രണ്ടുപേരും കാണാതെ പുറകിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കത്തിക്കൊണ്ടിരുന്ന ഗ്യാസിലേക്ക് അവളുടെ ആ ഒരു സാരിയുടെ തുമ്പ പിടിച്ചിങ്ങനെ വെക്കുന്നുണ്ട്. എന്നാൽ ഇവര് കാണാതെ തന്നെ ഈ ജലജയും, അതായത് ദേവേനയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ നയന. അപ്പൊ ഇവർ രണ്ടുപേരും കാണാതെ തന്നെ ജലജ ഈ സാരത്തുമ്പോ പതിയെ രണ്ടുപേരും മനസ്സിലാക്കാത്ത രീതിയിൽ എടുത്ത് ഗ്യാസങ്കി വെക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ജലജ അവിടുന്ന് നൈസായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ജലജ വന്നിട്ട് പോകുന്നൊന്നും രണ്ടുപേരും കാണുന്നില്ല. കാരണം രണ്ടുപേരും ആവശ്യം പാചകത്തിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ തൊട്ടടുത്തുള്ള അടുപ്പിൽ ഗ്യാസ് കത്തുന്ന സ്ഥലത്ത് അവിടെയാണ് കേട്ടോ സാരത്തുമ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ദേവേനി ഇപ്പുറത്തേക്ക് വരുമ്പോഴും ഈ സാരി കത്തുന്ന രണ്ടുപേരും അറിയുന്നില്ല. അങ്ങനെ സാരിയുടെ ഏകദേശം ഇങ്ങനെ തുമ്പ് ഈ ഒരു സൈഡിൽ എത്താറുന്ന സമയത്താണ് രണ്ടുപേരും ചൂട് കാരണം അറിയുന്നത്. അയ്യോ എന്നും വെച്ചിട്ട് നയന ഇതിങ്ങനെ സാരി വലിച്ചു പൊട്ടിക്കുന്ന സമയത്ത് ദേവയാനി പെട്ടെന്ന് അത് അണയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ദേവയാനി ഇത് തട്ടിത്തട്ടി ഇങ്ങനെ കുഴയുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് ആദർശ് എന്ന് വിളിക്കുമ്പോൾ ആദർശ് പെട്ടെന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ സാരിയിലെ ആദർശ് അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് നയനയുടെ സാരിയിൽ തീ അണയ്ക്കുന്നുണ്ട്. ഏകദേശം ഇവിടത്തോളം സാരി കത്തി പോകുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ പറയണം, അത് ആദർശേട്ടാ, ഞാനിവിടെ ഗ്യാസിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അമ്മ വന്നിട്ട് എന്താ പാചകം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അത്രയും സംഭവം ഉണ്ടായാലും പെട്ടെന്ന് തീ കത്തി കയറി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും ദേവേനെ നോക്കുകയാണ്. ദേവേനി പറയാണ്, എല്ലാവരും എന്തിനാ എന്നെ നോക്കുന്നേ? എന്നാൽ ഞാൻ മനഃപൂർവ്വം കത്തിച്ച പോലെ നോക്കുന്നത് പോലെ ഉണ്ടല്ലോ. അപ്പോഴേക്കും ജലിച്ച് ചോദിക്കുകയാണ്, അല്ല നയന പാചകം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടം പോലും അല്ലല്ലോ. ഒരിക്കൽ പോലും നയന പാചകം ചെയ്യുന്നതൊക്കെ നീ കയറിച്ചില്ലയോ? അഭിപ്രായം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം മാത്രം പ്രത്യേകത എന്താ? നീ ഇതിന് പതിവില്ലാതെ നയന അടുത്തേക്ക് പോയിട്ട് പാചകം ചെയ്തൊക്കെ നോക്കി നിന്നതും അവളോട് സംസാരിച്ചതും. അപ്പോഴേക്കും നയനയും ചെറിയ സംശയത്തോടുകൂടി തന്നെ ദേവേനെ നോക്കാണ് കേട്ടോ. ദേവേനിക്ക് നയന ഒട്ടും ഇഷ്ടമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയൊരു സംശയം വരുമ്പോൾ ദേവേനിക്ക് ഇത് ഭയങ്കര വിഷമാണ് കേട്ടോ. ദേവേനി പറയണ, നിങ്ങളെല്ലാം എന്താ പറയുന്നത്? ഞാൻ ഇവിടെ കൊല്ലാൻ നോക്കിയെന്നോ? അപ്പോഴേക്കും മുത്തശ്ശൻ പറയണ, ആരും അങ്ങനെ പറഞ്ഞില്ല ദേവേനി, ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഒന്നുകൂടി നിങ്ങൾ പറയാന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയാണ്, നിങ്ങളിവിടെ പാചകം ചെയ്താനിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാണ്ട് അടുക്കളയിലേക്ക് ചെന്നതാ. അവിടെ ചെയ്ത ശേഷം വെള്ളം കുടിച്ചിട്ട് നീ എന്താ പാചകം ചെയ്യുന്നതെന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് തുറന്നു നോക്കി. അവളുടെ അടുത്ത് കുറച്ചു നേരം നിന്നേ ഉള്ളൂ. അതിനുള്ളിൽ മറ്റൊരർത്ഥവും ഇല്ല. ആ സമയത്ത് തന്നെയാണ് ഇവളുടെ സാരിൽ തീ പിടിച്ച് കയറുന്ന ഞാൻ കണ്ടത്. പെട്ടെന്ന് തന്നെ ഞാനും അണയ്ക്കാൻ ശ്രമിച്ചു. നയനെ പറയാണ്, അമ്മയാരും കുറ്റം പറയണ്ട, അമ്മയെ സാരിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചതാ.
അല്ലാതെ അമ്മ തെറ്റും ചെയ്യില്ല, എനിക്ക് ഉറപ്പാം. അമ്മയുടെ മനസ്സ് അത്രയ്ക്കും ദുർഘടമായ മനസ്സൊന്നും അല്ല. ഞാൻ ഇഷ്ടമുള്ള വീട്ടിലേക്ക് വന്ന് കയറിയതുകൊണ്ടാണ് എന്നോട് ഇത്ര ഇഷ്ടക്കേട്, അല്ലാതെ അമ്മ ബാക്കി ആരോടും ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നും കാണിക്കില്ല, എനിക്കത് ഉറപ്പായെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് പക്ഷെ ആദർശിന്റെ മനസ്സിൽ ദേവിയോട് നല്ല ഒരു രീതിക്കുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു നെഗറ്റീവ് ചിന്ത വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ജലജ മനസ്സിൽ കരുതുകയാണ്. ആദർശിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തായാലും അവന്റെ മനസ്സിൽ കുറച്ച് തീപ്പരി വീണിട്ടുണ്ട്, അതൊന്ന് ആളെ കത്തിക്കണം എന്ന് മനസ്സിൽ ഓർക്കാൻ കേട്ടോ. അങ്ങനെ വേറൊന്നും പറ്റില്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയാണ്, മോള് പോയി സാരിയൊക്കെ മാറിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നയന സാരി മാറാൻ വേണ്ടി മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ആദർശാണെങ്കിൽ സീറ്റോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. ജലജ വന്നിട്ട് ആദർശോട് പറയാണ്, എന്താടാ നീ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല വല്യമ്മയെന്ന് പറയുമ്പോ, പിന്നെ നിന്റെ അമ്മ പറഞ്ഞൊക്കെ നീ മൊത്തത്തോടെ വിശ്വസിച്ചല്ലേ? എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ നിൽക്കായിരുന്നു. നിൽക്കുന്ന സമയത്ത് ദേവനെ ഇങ്ങോട്ടേക്ക് ചെല്ലുന്നതും അവളുടെ സാരയുടെ തുമ്പ പിടിക്കുന്നതും ഞാൻ കണ്ടു. പക്ഷെ സാരയുടെ തുമ്പെടുത്ത് ഗ്യാസിൽ വെക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അവൾ എന്തായിരിക്കും പതിവില്ലാതെ ദേവേനെ അവിടെ പോയി നിന്നതും അവളോട് സംസാരിച്ചതും സാര തലപ്പോയി പിടിച്ചതും അത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. നിന്റെ അമ്മയ്ക്ക് അല്ലേ തന്നെ അവളെ ഇഷ്ടമില്ലല്ലോ, ഇനി നിന്റെ ജീവിതത്തിൽ അവൾ വേണമെന്നോർത്ത് കൊല്ലാൻ നോക്കിയതാണെങ്കിലോ എന്നും പറഞ്ഞിട്ട് ജലജ ഒരു തീപ്പരി കൊല്ലിട്ടിട്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ മനസ്സിലും ഈ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഒന്നുകൂടെ ആള് കത്തുകയാണ്, ശരിക്കും എന്റെ അമ്മ അവളെ കൊല്ലാൻ നോക്കി തന്നെയാണോ? അങ്ങനെ ആദർശ് ദേവേനി മുറിലിരിക്കുന്ന സമയത്ത് ദേവേന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കാണ്, എന്താ അമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? ദേവൻ ചോദിക്കാണ്, നീ എന്താണ് ഇപ്പൊ വന്ന് ഇങ്ങനെ ചോദിക്കുന്നേ? അല്ല അമ്മ ഇന്ന് രാവിലെ കൂടി പറഞ്ഞാണല്ലോ ഒരിക്കലും അവളെ സ്വീകരിക്കരുതെന്നും അവളെ ഇഷ്ടമില്ലെന്നൊക്കെ. എന്നിട്ട് ഇന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിനർത്ഥം എന്താമേ? അപ്പോഴേക്കും ദേവനെ ചാടി ഇരുന്നിട്ട് അതിനർത്ഥം എന്താടാ നീ പറഞ്ഞതെന്താ പറ, ഞാനെന്താ അവളെ കൊല്ലാൻ നോക്കിയതാണോ? അല്ലമ്മേ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ദേവന് പൊട്ടിക്കറിയാണ്, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നീ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയെന്നല്ലേ? ബാ സത്യം ഞാൻ തെളിയിക്കാന്ന് പറഞ്ഞിട്ട് ആദർശിനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയിട്ട് പൂജാമുറിൽ ചെന്നിട്ട് കർപ്പൂരം കത്തിച്ച് അതിൽ കൈയടിച്ചിട്ട് സത്യം ചെയ്യണട്ടോ ദേവയാനി, ഞാൻ സത്യമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. സോഷ്യലേട്ടനെ അവളുടെ അടുത്ത് ചുമ്മാ ദിവസം നിന്നേ ഉള്ളൂ. അവളൊക്കെ എന്ന കറികളൊക്കെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ആ സമയത്ത് അങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നോന്നോ ആ സാരത്തിലപ്പ അറിയാതെ കയറി ഇരുന്നാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പോഴേക്കും അവിടുന്ന് ലക്ഷ്മി ഇങ്ങനെ വേലക്കാരെന്താ പറയാണ്, ആ സമയത്ത് നിങ്ങൾ മൂന്നുപേര് മാത്രമല്ലല്ലോ, അങ്ങോട്ടേക്ക് ജലജയ വന്നല്ലോ എന്ന് പറയുന്നു. ജലജയോ ആ സമയത്ത് വന്നത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും ദേവനി സാരമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മോള് കണ്ടിരുന്നോ ജലജ അങ്ങോട്ടേക്ക് വന്നത്? അപ്പോഴേക്കും നയന പറഞ്ഞിട്ട് ഇല്ല ഞാൻ കണ്ടില്ല. അപ്പോഴേക്കും ബാക്കി എല്ലാരും ഹാളിൽ കൂടി നിൽക്കാൻ കേട്ടോ. ജലജ ലക്ഷ്മിയോട് പറഞ്ഞു, മിണ്ടാതിരി, നീ എപ്പോഴാ എന്നെ കണ്ടത്? ഞാൻ എപ്പോഴാ അങ്ങോട്ടേക്ക് വന്നത്? ലക്ഷ്മി പറയണ, ചേച്ചി എന്നെ എന്ത് പറഞ്ഞാലും കൊച്ചമ്മ എന്നെ എന്ത് പറഞ്ഞാലും ശരി ഞാൻ പറയാം. ദേവയാനി കൊച്ചമ്മയും നയനമോളും അവിടെ അടുക്കളയിൽ നിന്ന സമയത്ത് നിങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് കയറി പോകുന്നതും തിരിച്ചിറങ്ങി വരുന്നതും ഞാൻ കണ്ടു. അതിന് തൊട്ടു പുറകെയാ സാരക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കാറിയത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ കണ്ണുരുട്ടികളെ പേടിപ്പിക്കുമ്പോ അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയിട്ട് മുത്തശ്ശൻ ജലജയുടെ കർണക്കൊല്ലിട്ടൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. ജലജ ആകെപ്പാട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും മൂർത്തി പറയുന്നു, ഇന്ന് വരെ ഞാൻ എന്റെ മരുമക്കളുടെ ആളുടെ ദേഹത്ത് കൈവച്ചിട്ടില്ല, മക്കളുടെ ദേഹത്ത് പോലും കൈവച്ചിട്ടില്ല, അതിനവസരം ആരും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നിന്റെ ദേഹത്ത് കൈവെക്കേണ്ടി വന്നെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. ഇന്നിവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാലോ അല്ലേ? അല്ലെങ്കിലും ദൈവനെ ഞാൻ സംശയിക്കില്ല. അതിനെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി, അല്ലെങ്കിൽ അതൊരു അബദ്ധമായിരിക്കാമെന്ന് തോന്നി. എന്തായാലും ലക്ഷ്മി ഇപ്പൊ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി നീ തന്നെ അതിന്റെ പിന്നിലെന്ന്. അതുകൊണ്ട് ഇനി മേലാൽ ഇമാതിരി പ്രവർത്തികൾ ആവർത്തിക്കരുത്, അല്ലെങ്കിൽ നിന്റെ മകന്റെ കൂടെ തന്നെ നിനക്ക് വീടിന്റെ പുറത്തു പോകാം. ഇപ്പൊ മനസ്സിലായി നിന്റെ മകൻ എങ്ങനെ ഈ സ്വഭാവമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ജലജ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പോയിട്ട് ജലജയുടെ ദേവേനോട് സോറി പറയുന്നുണ്ട്. അമ്മേ സോറി, അവര് വന്നെ എരിവി കെട്ടിയത് നിന്റെ അമ്മ അവളെ കൊല്ലാൻ നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് അറിയാൻ ഞാൻ ചെയ്തു പോയതാണ്, ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ ജലജയോടും ദേവേനോട് സോറി പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള വരാനിരിക്കുന്ന എല്ലാ സ്റ്റോറീസും റിവ്യൂസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.